ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയോ ബീഫ് കറിയോ കടലക്കറിയോ കിഴങ്ങ് കറിയോ അങ്ങനെ മറ്റെന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ KG കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ ഒരു 1/4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഈ കടലമാവ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഇതുപോലെ ഒരു കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ നേരത്ത് എൻ്റെ കൈ തട്ടിയിട്ട് സ്റ്റാൻഡും ഫോണും കൂടി വന്നു വീണു. അതുകൊണ്ട് ആ വീഡിയോ കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കപ്പ് കാണിച്ചു തന്നത്. ഈ അളവിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇനി ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ നിറയെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ പകരം കട്ടിയായിട്ടുള്ള പശുവിൻ പാലോ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതും പശുവിൻ പാലും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതും മൂന്ന് ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ഒരു അരച്ചെടുത്ത മിക്സ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി ഇതിലേക്കൊരു 30 മില്ലി അളവിൽ ബട്ടർ ഉരുക്കിയതോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഉരുക്കിയതോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബട്ടർ ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു മണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ബട്ടർ നമ്മൾ ഇതുപോലെ അരച്ചെടുത്ത മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, എന്നാലാണ് മാവ് നല്ല കറക്റ്റായ പരുവത്തിൽ കിട്ടുള്ളൂ. മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചുട്ടെടുക്കുന്ന സമയത്ത് വീണ്ടും അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം എന്ന് പറയുന്നത് നമ്മുടെ പാലാട അല്ലാന്നുണ്ടെങ്കിൽ നെയ്യൊരട്ടിയൊക്കെ ചുട്ടെടുക്കുന്നതിൻ്റെ അതേ ഒരു പരുവാണ്. ഇനി നമുക്ക് ചൂടായി വന്ന പാനിലേക്ക് എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് മാവിൽ മുക്കി നമ്മൾ ഇതുപോലെ ഈ ഒരു പാൻ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടിയാവാതെ നല്ല നൈസായിട്ട് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ചൊരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഓയിൽ ബ്രഷ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 1-2 സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ആ ടൈമിൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇനി അങ്ങോട്ട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ആ ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. 1-2 സെക്കൻഡ് തന്നെ ഈ ഒരു ഭാഗം കൂടെ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടുകയും ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് അടുത്തത് ഇനി ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചൂട് പാനിൻ്റെ നന്നായിട്ട് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇത് ചൂടോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല മൊരാന്ന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒന്നാണ്. ചൂടാറിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നല്ല പാലാട പോലെ നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഇത് 2 സൈഡും നല്ല പോലെ വേവിച്ചെടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ ഒരു കോട്ടൺ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ഒരു ഭാഗത്ത് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 1-2 സെക്കൻഡ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വക്കൊക്കെ തനിയെ വിട്ട് വരും. ഇപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1-2 സെക്കൻഡ് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. എല്ലാം ഞാൻ ഇതുപോലെ ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.
ഇപ്പോൾ ദാ ഞാനിത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.